നടക്കുന്ന കാര്യം പറയണ്ട നായരെ. വാങ്ങിയ കാശ് തിരിച്ചു കൊടുക്കാൻ നമ്മൾ എവിടെ പോവാനാ? എൻ്റെ മോൻ ജോസ് കട്ടായം പറഞ്ഞിട്ടുണ്ട്, അഡ്വാൻസ് തന്നിട്ട് ആര് കച്ചവടം തെറ്റിച്ചാലും പൈസ മടക്കി കൊടുക്കണ പ്രശ്നമില്ല. കരാറിൽ അത് പ്രത്യേകം എഴുതിയിട്ടുണ്ട് ഇല്ലേ? അല്ല, മനുഷ്യരാകുമ്പോൾ ചില കാര്യങ്ങളൊരു നീക്കുപോക്ക് പതിവുണ്ടല്ലോ. കാശിന്റെ കാര്യത്തിൽ വർഗീസേട്ടന് ഒരു നീക്കുപോക്കും ഇല്ല എൻ്റെ മോനെ. ഗതികേടുകൊണ്ടാ നായരെ ഇപ്പൊ തന്നെ താൻ തന്ന കാശുകൊണ്ടാ കഷ്ടിച്ചൊന്ന് പിടിച്ചു നിന്നത്. അല്ലെങ്കിൽ കുടുംബം അടക്കം കെട്ടിത്തൂങ്ങി ചാവേണ്ട അവസ്ഥയിലായിരുന്നു ഞാൻ. ആന മെലിഞ്ഞാൽ തൊഴുത്തി കെട്ടാൻ പറ്റില്ല എന്ന് പറയണ പോലെയാ. നമുക്ക് സാധാരണക്കാരുടെ അടുത്ത് എന്തൊരു പണം കടം പിടിക്കാൻ പറ്റുമോ? അതിന് നായരെ പോലെ ആരെങ്കിലും മുമ്പിൽ വന്ന് പെടണ്ടേ? വേറൊന്നും തോന്നരുത്. വന്ന സ്ഥിതിക്ക് ഞാനൊരു 500 ഉറുപ്പിക എടുക്കും. 2 പെഗ് അടിക്കാൻ പോലും പൈസ ഇല്ലാത്ത കാല. ഞാനൊരു പല്ല് കൊഴിഞ്ഞ സിംഹാടോ. കോട്ടെ നായരെ, താങ്ക് യു. ചേഞ്ചില്ല, നാളെ തരാം. ശരി. അജേട്ടാ, നാളെയാണ് ലക്ഷ്മിക്ക് പോകേണ്ടത്. നമ്മൾ ഇന്ന് കാശുമായിട്ട് ചെല്ലുന്ന അച്ചു അവളോട് പറഞ്ഞത്. അയ്യോ, സത്യം പറഞ്ഞ രശ്മി, ഞാനത് ഓർത്തില്ല. ഈ ബിസിനസിന്റെ തിരക്കായിട്ടുള്ള ഓട്ടത്തിനിടയിൽ നാളെ അവര് പോകുന്നതിന് മുമ്പ് കൊടുക്കാം. അജേട്ടാ, എന്നോട് പറ, കുറച്ച് ദിവസം അജേട്ടൻ ഒരു മാറ്റം. എന്തേലും പ്രശ്നമുണ്ടോ? പ്രശ്നോ? എന്ത് പ്രശ്നം? അയ്യോ, യാത്രാ ക്ഷീണല്ലേ. നീ പോയി എനിക്കൊരു ചായ എടുത്തോണ്ടോ. വിനായകനെ, വിഘ്നേശ്വര, മേ ഭഗവതി. മറ്റൊരാളുടെ മകളുടെ ഓപ്പറേഷന് വേണ്ടി മിസ്റ്റർ അജയേന്ദ്രൻ നായരുടെ മനസ്സുരുകുന്നത് തന്നെ ഈ മാലയുടെ പോസിറ്റീവ് എനർജിയുടെ ഫലമാണ്. പക്ഷേ ഇന്ന് ചൊവ്വാഴ്ചയായിട്ടും മെറൂണിന് പകരം താങ്കൾ വെള്ള കള്ളി ഷർട്ടിട്ടു. ഫലം നന്നല്ല. എങ്കിലും പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? എനിക്ക് വേണ്ടത് കുറച്ച് പണോ. അതെങ്ങനെയെങ്കിലും ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ സംഘടിപ്പിച്ചേ പറ്റൂ. അതിനു വേണ്ടിയുള്ള ഓട്ടത്തിലാണ് ഞാൻ. മന്മനാഭവ മത് ഭക്തോ മദ്യാജീമാം നമസ്ഗുരു എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടില്ലേ? അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ മനസ്സർപ്പിക്കുക, അവിടുത്തെ ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്യുക. ആരാധിക്കാനും പ്രണമിക്കാനൊന്നും എനിക്ക് സമയമില്ല. സാറെന്ന് പറഞ്ഞ പോലെ ഇത് തിരിച്ചെടുത്തിട്ട് ആ വജ്രത്തിന്റെ പൈസ തന്നേക്ക്. അവർ ആശുപത്രി പോകാൻ തയ്യാറായിട്ട് നിൽക്കുക. ഇതിന്റെ പണം കൈ കിട്ടിയാ പിന്നെ ബാക്കിയല്ലേ ഞാൻ അന്വേഷിക്കണ്ടു. ഒരു വലിയ സംരക്ഷണ കവചമാണ് മിസ്റ്റർ അജയൻ ഉപേക്ഷിക്കുന്നത്. സാരമില്ല സാർ, എനിക്ക് വേറെ വഴിയില്ല. മിസ്റ്റർ അജയേന്ദ്രൻ നായർക്ക് ഇതിന്റെ വില തിരിച്ചു കൊടുത്തേക്കൂ. ബാക്കി പണം എങ്ങനെ ഉണ്ടാക്കും? അത് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ? അറിയില്ല സാർ, പക്ഷെ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയേ പറ്റൂ. അജയൻ ഒരുപാട് നന്മയുള്ള മനുഷ്യനാണ്. ദൈവം പരീക്ഷിക്കുന്നത് നന്മയുള്ളവരെയാണ്. 2000-ഓളം രൂപയാണ് മാർക്കറ്റിൽ ഈ വൈരത്തിന്റെ റേറ്റ്. അജയന്റെ പ്രത്യേക അവസ്ഥ പരിഗണിച്ച് ഇത് 5000 ഉണ്ട്. 5000 ഉണ്ട്. 5000 രൂപയോ? ഒറിജിനൽ വജ്രമാണ് ഇതിന് വില കൂടുന്നൊക്കെ നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്? അതെ, 50 രൂപ മുതൽ വിലയുള്ള വജ്രങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട്. പക്ഷെ മിസ്റ്റർ അജയൻ അന്ന് നൽകിയത് 2000 രൂപ വിലയുള്ള മികച്ച വജ്രമാണ്. എന്നെ കളിപ്പിക്കാൻ നോക്കണ്ട. 1,00,000 രൂപ അന്ന് എണ്ണി തന്നത്. അത് മാല തിരിച്ചു തന്നാൽ മടക്കി തരാന്നുള്ള ഉറപ്പില്. താങ്കൾക്ക് ഞങ്ങൾ തിരിച്ചു നൽകുന്നത് ആ മാലയിലെ കല്ലിന്റെ വിലയാണ്. അതിലടങ്ങിയിരിക്കുന്ന പോസിറ്റീവ് എനർജിയുടെ മൂല്യം അത് ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ആ മൂല്യത്തിന്റെ വില ഞങ്ങൾക്ക് എടുത്തല്ലേ പറ്റൂ. താങ്കൾക്ക് പോകാം. ചായ വേണം? ഇത് ചതിയാണ്, ഞാൻ സമ്മതിക്കില്ല. എനിക്ക് എന്റെ പണം തിരിച്ചു കിട്ടണം. ആവശ്യമെടുക്കണോ? ഗുണ്ടായിസമാണല്ലേ? പുറത്തെ പോലീസിന്റെ നിയമമുണ്ട്. ഈ വഞ്ചനയ്ക്ക് തനിക്കെതിരെ ഞാൻ കേസ് കൊടുക്കും. മലയാളത്തിലെ പ്രധാന പത്രങ്ങളിലെല്ലാം ഞാൻ ഈ ധനാകർഷണ ഭൈരവമാലയുടെ പരസ്യം കൊടുക്കാൻ തുടങ്ങിയിട്ട് വർഷം 10ആയി. ലക്ഷക്കണക്കിന് മാലകളാണ് ഇതുവരെ ഇവിടെ നിന്ന് വിറ്റുപോയിട്ടുള്ളത്. ദിവസവും ഈ മാലയും ആവശ്യപ്പെട്ട് ഇവിടേക്ക് വരുന്ന 100 കണക്കിന് എഴുത്തുകൾ അയക്കുന്നത് നിന്നെപ്പോലുള്ള എരപ്പാളി മലയാളികളാ. ഏതെങ്കിലും ഒരു മാലയും വളയും ഇട്ടാൽ കിട്ടാത്ത കാശ് ചിറക് വെച്ച് പറന്നു വരുമെന്ന് വിശ്വസിക്കുന്ന വിദ്യാസുരന്മാർ. നിന്നെപ്പോലൊരുത്തൻ കിടന്ന് ചെലച്ചാൽ ഇത് അവസാനിക്കാൻ പോണില്ല, ഇനിയും കൂടുകയേ ഉള്ളൂ. പിന്നെ കേസ്. വിശ്വാസത്തിന്റെ കാര്യമല്ലേ മിസ്റ്റർ അജയേന്ദ്രൻ നായരെ? തെറ്റാണോ ശരിയാണോ എന്ന് തെളിയിക്കാൻ ഇന്ത്യൻ പീനൽ കോഡ് പോരാ. പിടിച്ച് പുറത്താക്കണോ അവനെ? നോക്കിക്കോ, തന്നെ ഞാൻ വെറുതെ വിടില്ല. നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന ഒരുത്തനില്ലേ, രമേശൻ? അവൻ മുഖേന ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്. അതിന്റെ കമ്മീഷനും അവൻ വാങ്ങിയിട്ടുണ്ട്. ചെന്ന് അവനോട് അന്വേഷിക്കുക, അപ്പോഴറിയാം കൂടുതൽ വിശേഷങ്ങൾ.
ബിസിനസ്സിൽ നഷ്ടം സംഭവിക്കുന്നു, അബദ്ധം പറ്റുന്നൊക്കെ മനസ്സിലാക്കാം. എന്നാലും ഇങ്ങനത്തെ ഒരു ഫ്രോഡിന്റെ കൈ ചെന്ന് നീ എങ്ങനെ അകപ്പെട്ടു? ഒന്നുമില്ലെങ്കിലും ചെറുപ്പത്തിൽ കുറച്ചാലും ഈങ്കുലാ വിളിച്ച് നടന്നല്ലേ നീ? മതി. ഇനി നീയും കൂടി എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയ എന്റെ ഉള്ള ബലവും കൂടി ചോർന്നു പോകും. ലക്ഷ്മിയ, മണി 2 ഇനിയും പൈസ ശരിയായിട്ടില്ല എന്ന് ഞാൻ എങ്ങനെ അവളോട് പറയും? എന്താ എടുക്കുന്നില്ലേ? ഇല്ല. അജയൻ സാറിന് നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയോ ദേവു? വരുന്നു പറഞ്ഞതല്ലേ, വരും. ഇങ്ങനെ ഫോൺ കട്ടിയിട്ട് എന്താ കാര്യം? അല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? നമുക്കേ രമേശിനെയും കുട്ടി ആ ഏറ്റുമാനൂരുകാരുടെ അടുത്ത് ഒന്നുകൂടി ചെല്ലാം. എന്റെ എത്ര ലക്ഷം രൂപ അവർ പിടിച്ചു പറിച്ചത് കാര്യം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവാതിരിക്കില്ല. കിട്ടിയ ഈ ട്രെയിൻ തെറ്റിയാലും നമുക്ക് അവരെ എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കാലോ. അജയ നോക്കി, ഈ രമേശനല്ലേ നീ ഏറ്റുമാറ്റം കൊണ്ടുപോകാൻ തീരുമാനിച്ചത്? എല്ലാവർക്കും കുറേശ്ശെ കൊടുക്കണമെന്ന് പറഞ്ഞ് ഞാനിവനെ കുറെ പണം ഏൽപ്പിച്ചതാ സുഗത. എന്നാലത് ഗോപിയായെന്ന് കൂട്ടിക്കോ. വജ്രമാലയുടെ കാര്യത്തിലും സ്ഥലക്കച്ചവടത്തിന്റെ കാര്യത്തിലും നീ എന്നെ പറ്റിച്ചു. ആ പാവങ്ങൾക്ക് കൊടുക്കാൻ തന്നേൽപ്പിച്ച കാശ് നീ എടുത്തു അല്ലടാ. പിടിവിട്, സീനുണ്ടാക്കാൻ നോക്കല്ലേ? അതെ, പിടിവിട്. എന്താ പ്രശ്നം? ഇത് ഞങ്ങൾ തമ്മിലുള്ള കാര്യം. ഇവിടെ അങ്ങനെ നിങ്ങൾക്ക് മാത്രമായിട്ടൊരു കാര്യം നടപ്പില്ല. അതെ, എല്ലാ പാർട്ടിക്കാരും ഒരുമിച്ച് ചേർന്നുള്ള ഒരു സമരമാണിത്. അതിൽ എന്നോട് മാത്രമായിട്ട് അജേട്ടൻ ഒരു കാര്യം പറയണ്ട. പിന്നെ ഞാൻ ആരോടാണ് പറയേണ്ടത്? ഇങ്ങനെ ഒരു സമരം നടക്കുമ്പോ എന്റെ പാർട്ടിക്കാർക്ക് മാത്രം ഒഴിച്ചിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവരോട് നിൽക്കുന്നത്. അജയേട്ടന്റെ സ്ഥാനത്ത് എന്റെ സ്വന്തം അച്ഛനാണെങ്കിലും ഞാൻ ഇത് തന്നെ ചെയ്യൂ. രമേശ, സകലതും കൈവിട്ട് നിൽക്കുക. ഞാൻ അപകടം പറ്റി ഓരോരുത്തർക്കും കുറേശ്ശെ കൊടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഇവനെ കുറെ പണം ഏൽപ്പിച്ചാന്ന്. പണോ? എന്നെ? എന്റെ അമ്മ ഇതെന്തൊരു കല്ല് വെച്ചെന്നോണാ? അയ്യോ സുരേന്ദ്ര, നിങ്ങളുടെ പാർട്ടി പറഞ്ഞ നേരാ. മുതലാളിത്തെ എപ്പോഴും നുണേ പറയുള്ളൂ. വിളിക്കണ മുദ്രാവാക്യം. പാവങ്ങളോട് കാണിക്കരുത്. നാളെ വൈകുന്നേരത്തിനുള്ളിൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ആ പന്തല് നിങ്ങളുടെ വീട്ടുമുറ്റത്തെ കെട്ടാൻ പോണത്. കൊണ്ടുപോടാ പന്തല് കെട്ടാൻ. എന്താ നീ കാശൊന്നും മേടിച്ചിട്ടില്ല? ഇല്ലെന്നേ. അക്കളി തീക്കളി സൂക്ഷിച്ചോ, അക്കളി